പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതിക്ക് പരിക്ക്. കോഴിക്കോട് മുക്കത്താണ് ഈ സംഭവം. സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിക്കാണ് പരിക്ക് പറ്റിയത്. അഖില CP ചേർന്നത്. അഖില, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? സതീഷ്, പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി. സാരമായ പരിക്കുകളുണ്ട്. നട്ടലിനും കൈയിനും ഉൾപ്പെടെ യുവതി പരിക്കേറ്റ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കോഴിക്കോട് മുക്കത്താണ് സംഭവം. ഇന്നലെ ഏകദേശം രാത്രി 11:30 സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിയാണ്, ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായിരുന്നു. അതായത് ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് ഈ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പൊ ഈ ഹോട്ടൽ ഉടമ ദേവദാസും സുരേഷ് എന്ന ജീവനക്കാരനും മറ്റൊരു ജീവനക്കാരനും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും ചേർന്നിട്ടാണ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് ബന്ധുക്കൾ നൽകുന്ന മൊഴി. അപ്പോൾ കേസുമായി ഇതിൽ മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2 പേരും അതായത് ഹോട്ടൽ ഉടമയും മറ്റു 2 ജീവനക്കാരും ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യുവതിക്ക് സാരമായി പരിക്കുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇവർക്കെതിരെ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കൃത്യമായ തെളിവുകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ യുവതിയുടെ ബന്ധുക്കൾ അവകാശപ്പെടുന്നത്. അതായത് പീഡിപ്പിക്കാൻ ഈ യുവതിയുടെ മുറിയിലേക്ക് ആക്രമിച്ച് കിടക്കുന്ന സമയം യുവതി ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ റെക്കോർഡിംഗ് സംവിധാനം ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡിംഗ് സംവിധാനം ഇവർ ആക്രമിക്കാൻ വരുന്നതിന്റെയും അവർ വെല്ലുവിളിക്കുന്നതിന്റെയും അവർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള തെളിവുകൾ ആ ഫോണിലുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഈ പ്രതികൾ ഒളിവിലാണ്. മുക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡനശ്രമം ചെറുക്കുന്നതിനിടയിലാണ് കെട്ടിടത്തിൽ നിന്ന് യുവതിക്ക് ചാടേണ്ടി വന്നത്. സാരമുള്ള പരിക്കാണ്. ഇതാണ് അഖില CP നൽകുന്ന വിവരം കോഴിക്കോട് നിന്ന്.